ഹലോ ഗായ്സ്, ഞാനൊരു കാര്യം പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈയിടെയെല്ലാം എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര കൊഞ്ചലായിട്ടാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേപോലെ തന്നെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ കൊഞ്ചലായിട്ട് ചിരിച്ചുകൊണ്ട്, അതായത് സാരിയുടെ വീഡിയോ എടുക്കുന്ന ടൈമില് കുറച്ച് പ്ലസന്റ് ആയിട്ട് ഇരിക്കണം എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. കാര്യം ഇപ്പൊ നമ്മള് സെയിൽസ് ഗേളൊക്കെ ആണെങ്കിലും നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ കണ്ടിട്ടില്ലേ, ഭയങ്കര സുന്ദരിയായിട്ട് നല്ല ചിരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പം ആൾക്കാർക്ക് കുറച്ചുകൂടെ കണ്ടു. ഇപ്പൊ പറയുമ്പോ തന്നെ എനിക്കൊരു ചെറിയൊരു സംഭവം ഉണ്ട്. അതായത് ഈ പല്ലി കമ്പിയിട്ടതിന് ശേഷം എനിക്ക് ചില വാക്കുകൾ പെട്ടെന്ന് കിട്ടത്തില്ല. അത് കമ്പി ഇടുന്നവർക്കും അങ്ങനെയുള്ള റിലേറ്റീവ്സ് ഉള്ളവർക്കും പെട്ടെന്ന് കണക്ട് ആകുമെന്ന് തോന്നുന്നു. കാര്യം പെട്ടെന്ന് നമുക്ക് ചില വാക്കുകളൊന്നും കിട്ടത്തില്ല. ഞാനിപ്പം നമുക്ക് എന്തെങ്കിലും ഓൺ വോയിസ് എടുക്കേണ്ട വീഡിയോസിൽ തന്നെ ഞാൻ ഒരു വീഡിയോ തന്നെ ഒരു 10-200 തവണ, 200 ഇല്ല, ഒരു 10-20 തവണയൊക്കെ ടേക്ക് എടുക്കും. കാര്യം ചിലതൊക്കെ ഞാൻ പറയുമ്പം ഞാൻ പറയേണ്ട സാധനമായിരിക്കത്തില്ല വരുന്നത് വായിക്കകത്ത്. ഇപ്പൊ മടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടേന്നായിരിക്കും ഞാൻ പറയുന്നത്, ആ ഒരു രീതിയിലായിരിക്കും പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ചിലത് കമ്പി ഇട്ടിട്ട് ഇവിടെ എല്ലാം പൊട്ടുന്ന ടൈമിലാണെങ്കിൽ അവിടെയും കൊള്ളിക്കരുത്, എനിക്കിട്ട് വീഡിയോ എടുക്കുകയും വേണം. അങ്ങനെയുള്ളൊരു സമയത്തിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ എനിക്ക് സാരിയുടെ വീഡിയോസിനകത്ത് റേറ്റും സാരിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നതിനെക്കാട്ടിലും കൂടുതലും അതിനകത്ത് വന്ന് നടക്കുന്നത് കൊഞ്ചാതെ സംസാരിക്കൂ, നന്നായിട്ട് സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് ഞാൻ എങ്ങനെയാണ് ശരിക്കും ആൾക്കാരോട് സംസാരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ അത്രയും കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് അവരോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ കൊഞ്ച് സംസാരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് തന്നെ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് വളരെ കുറവാണ്. ഞാൻ അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ആളൊന്നും അല്ല. നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ഇരുന്നിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് അറിയാത്ത ആൾക്കാരോട് ഇരിക്കുമ്പോഴാണ് ഞാൻ സീരിയസ് ആയിട്ട് ഇരിക്കുന്നത്. നിങ്ങളെ എനിക്കറിയാം, അതേപോലെ എൻ്റെ വീട്ടുകാരെ എനിക്കറിയാവുന്നതുകൊണ്ട് അവരുടെ മുന്നേ ഞാൻ അഭിനയിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതേപോലെ സാരിയൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ കുറച്ചുകൂടെ പ്ലസന്റ് ആയിട്ട് ചിരിച്ച് നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കും. കൊഞ്ച് സംസാരിക്കും എപ്പോഴും തോന്നുന്നില്ലേ, കൊഞ്ച് സംസാരിക്കുന്നതായിട്ട് തോന്നുന്നതാണ്. അത് ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്നതല്ല. പിന്നെ ആർട്ടിഫിഷ്യല് വേണമല്ലോ, എന്തായാലും ആർട്ടിഫിഷ്യല് വേണം. കാര്യം സാരി നമ്മള് ഇങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റ് നിങ്ങളിലോട്ട് എത്തിക്കുമ്പോഴത്തേന് ഞാനത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചാൽ മതി എന്നുള്ള രീതിയിലല്ലോ ഞാനത് പ്രസന്റ് ചെയ്യേണ്ടത്. കാര്യം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലല്ലേ ഞാൻ പ്രസന്റ് ചെയ്യേണ്ടത്. ഞാൻ അത് അങ്ങനെ കൺസിഡർ ചെയ്തിട്ട് കൂടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അതിനുശേഷം ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ബാക്കിയുള്ളതിനെക്കാട്ടിലും ഈ വ്യൂസ് കുറവായിരുന്നു. ഞാൻ കണ്ടപ്പോ തന്നെ വേറെ ആരും എന്തോ നിന്ന് സംസാരിക്കുന്നു, ഈ സാരി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേടിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ നല്ല സാരിയാണ്. ഇങ്ങനെ ഞാൻ ഭയങ്കര ചിരിക്കാതെ ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആർക്കും അതത്ര, എന്റെ ആറ്റിറ്റ്യൂഡും ആർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, എന്റെ സാരിയും ഇഷ്ടപ്പെട്ടാൽ പോലും മേടിക്കണം എന്നില്ല. ഇതിപ്പോ എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണോ അവരോട് സംസാരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനത് പ്രസന്റ് ചെയ്യുന്നത്. ദൈവത്തെ ഓർത്ത് ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് കൊഞ്ച് സംസാരിക്കുന്നില്ല. കൊഞ്ച് സംസാരിക്കുന്ന അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, സ്കിപ്പ് ചെയ്ത് പോകുക. ഞാൻ ഇപ്പോഴും പറയണം, എന്റെ സംസാരം കണ്ടിട്ടോ എന്നെ കണ്ടിട്ടോ അതിനകത്തൊന്നും ഒരു സാരി മേടിക്കേണ്ട. സാരി ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ മാത്രം മേടിച്ചാൽ മതി. ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം ഞാനിപ്പോ സാരിയുടെ അല്ലെങ്കിൽ ഒരു ക്ലോത്തിങ് സാരിയുടെ തന്നെ അല്ല, ഞാൻ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സൊക്കെ ഞാൻ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയപ്പം എന്റെ മനസ്സിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ചിലപ്പം ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഓരോരോ സാരി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് പൊതിഞ്ഞ് ഞാൻ അതെടുത്ത് പാഴ്സൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കുന്നത് അതേപോലെയാണ് ഞാൻ എൻ്റെ ഓരോ പാഴ്സലും ഞാൻ അയച്ചു കൊടുക്കുന്നത്. അത്രത്തോളം ഞാൻ എഫേർട്ട് ഇട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ അല്ലാണ്ടുള്ള നമ്മുടെ ഓരോ ദിവസത്തെ വീഡിയോ എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഈ വീഡിയോ മിക്കവാറും ഞാൻ വൈകുന്നേരങ്ങൾ രാത്രിയിലായിരിക്കും മിക്കവാറും എടുക്കുന്നത്. എന്നിട്ട് അപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. അതിനകത്ത് എന്തെങ്കിലും ഒക്കെ മിക്കതും
പ്രശ്നങ്ങളോടെ ആയിരിക്കും വീഡിയോ ഇടുന്നത്. എന്നാലും എത്രയും പെട്ടെന്ന് അത് നിങ്ങളിലോട്ട് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം അങ്ങനത്തെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. പിന്നെ എല്ലാരും പറയുന്നുണ്ട് റേറ്റ് എന്താണ് പറയാത്തതെന്നുള്ളത്. ചില സാരിയുടെയും അല്ലെങ്കിൽ ചില ഈ ഡ്രസ്സിന്റെ ഒക്കെ റേറ്റ് ഞാൻ അതിനകത്ത് തന്നെ പറയാറുണ്ട്. ചിലത് പറയുന്നത് ഞാൻ ഓരോരോ ഡിഫറെന്റ് മോഡൽസ് കാണിക്കാറുണ്ട്. അപ്പൊ ആ മോഡൽ കാണിക്കുന്ന പലതരത്തിലുള്ള സാരിക്കും പലതരത്തിലുള്ള വിലയായിരിക്കും. അപ്പൊ എനിക്കിത് ഇതിന് ഇന്ന വിലയാണ്, ഇതിന് ഇന്ന വില. നമുക്ക് 1 മിനിറ്റ് കൂടുതൽ വരുമ്പോഴത്തേന് മ്യൂസിക് റൈറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ചില പാട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. പാട്ട് ഇടാതെ വരുമ്പോഴത്തേന് നമുക്ക് വ്യൂസ് കുറയും, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് വില പറയാൻ കുറച്ചുകൂടെ വലിച്ചു നീട്ടാത്തത്. അതുകൊണ്ടാണ് വില പറയാത്തത്. മാത്രമല്ല നമുക്ക് എൻക്വയറീസ് കൂടുതൽ കിട്ടാൻ വേണ്ടി പ്രൈസ് പറയാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് നമ്മൾ വില പറഞ്ഞിട്ടോ പറയാതിരുന്നിട്ടോ നമുക്ക് അതിനകത്തൊന്നും വലിയ കാര്യമൊന്നും. നമുക്ക് എൻക്വയറി കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പ്രൈസ് പറയാത്തത്. എല്ലാവരും ഇനിയിപ്പോ മേടിക്കാനാണെങ്കിലും ചുമ്മാ മെസ്സേജ് അയക്കുന്നവർക്കാണെങ്കിലും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് മാക്സിമം. അതുപോലെ കുറെ പേരും നമ്മളെ വിശ്വസിച്ച് നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് കുറേ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്കുണ്ടാക്കുന്ന സന്തോഷം പറയാൻ പറ്റത്തില്ല, പറഞ്ഞറിയിക്കാനും പറ്റത്തില്ല. അതേപോലെ വലുതാണ്. ഇപ്പം നമ്മുടെ ലൈഫിലെ ഒരു പാട്ടായിട്ട് തന്നെയാണ് അതും കണക്കാക്കുന്നത്. ഒത്തിരി സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതേപോലെ ഞാനിപ്പോ രാവിലെ എണ്ണീറ്റ് പല്ലേക്കാതെ കുളിക്കാതെ മുഖമൊന്നും കഴുകാതെ വന്നിരുന്നിട്ട് സാരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാരി ഇങ്ങനെ പിടിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളത് മേടിക്കത്തില്ല. ഇപ്പൊ നമ്മളൊരു ടെക്സ്റ്റൈൽസ്, ഞാൻ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ, ഈ ടെക്സ്റ്റൈൽസ് എന്ന് പറയുമ്പോ തന്നെ എനിക്ക് ഇടയ്ക്ക് കിട്ടുന്നില്ല, ഞാൻ വേറെന്താ പറയുന്നത്. അപ്പൊ അവിടെ പോകുമ്പോഴും അവിടുത്തെ ചേച്ചിമാരെയൊക്കെ കണ്ടിട്ടില്ലേ, അവര് ഭയങ്കര സുന്ദരികളായിട്ടാണ് വന്നിരുന്ന സാരി കൊന്നത്. ഞാനൊരു സെയിൽസ് ഗേൾ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. കാര്യം എന്റെ പ്രൊഡക്റ്റ് എന്താണെങ്കിലും നിങ്ങളിലോട്ട് എത്തിക്കുക. അതിന് ഞാൻ എത്രയും നന്നായിട്ട് നിൽക്കുന്നു, അത് ഞാൻ എത്ര ഭംഗിയായിട്ട് നിൽക്കുന്നു അതായിരിക്കും എന്റെ സാരിയിലും കാണുന്നത്. സാരിയുടെ ഭംഗി കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ഒരുങ്ങിത്താൻ നിൽക്കണം. അപ്പൊ സാരി ഉടുത്ത് വീട്ടിൽ നിൽക്കാനല്ലല്ലോ ആൾക്കാർ മേടിക്കുന്നത്. എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അവർക്ക് എവിടെയെങ്കിലും പുറത്തോട്ട് പോകാനല്ല, അല്ലെങ്കിൽ വീട്ടിലിടുന്ന എന്തെങ്കിലും ഡ്രസ്സ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന കോലത്തിരുന്ന വീഡിയോ ചെയ്ത് കാണിക്കാം, അതായിരിക്കും പറ്റും. പക്ഷെ ഇപ്പൊ നമ്മൾ പുറത്തോട്ട് പോകുന്നല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഒരുങ്ങി നിന്ന് വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. അത് മാത്രമല്ല, എനിക്ക് നേരത്തോട്ടേ പറയുന്ന ആരാണ്, ഒരുങ്ങുന്ന എനിക്ക് ഇഷ്ടമാണ്. ഇനിയിപ്പോ ആരൊക്കെ കൊള്ളത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കുറ്റം പറഞ്ഞാലും എന്നെ അത് ബാധിക്കത്തില്ല. ഞാൻ ഒരുങ്ങി തന്നെ വീഡിയോ എടുക്കുള്ളൂ. കാര്യം എന്റെ അമ്മയോ അല്ലെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് മേടിക്കുന്നില്ല ഭൂരിഭാഗം സാധനം, എന്റെ അമ്മ പൈസ കൊടുത്ത് മേടിക്കുന്നതായിരിക്കും. അതിനകത്തുനിന്ന് ഞാൻ വളരെ ഇഷ്ടത്തോടെ എടുക്കുന്ന സാധനങ്ങളാണ്. അത് മാത്രമല്ല, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുങ്ങി നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം തൊട്ട് നമ്മളെ പെൺപിള്ളേരാണെങ്കിൽ അവർ അമ്മമാർക്ക് ഏറ്റവും ഇഷ്ടം അവരെ പിള്ളേരെ ഒരുക്കിക്കൊണ്ട് നടത്താനായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുഞ്ഞില്ലാത്തതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒരുക്കി നടക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പൊ ഞാനൊരു നെഗറ്റീവ് കമന്റ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞല്ലേ, ഇങ്ങനെ കൊഞ്ചൽ സാധനം എന്തുകൊണ്ട് വരുന്നു എന്നുള്ള രീതിയിലാണ്. പൊതുവെ എനിക്കൊരു കൊഞ്ചലുണ്ട് സംസാരത്തില്. അത് ഞാൻ വ്യൂസ് കയറാനോ അതിന്റെ ക്യൂട്ട്നെസ് കാണിക്കാനോ ഒന്നും അത് കാണിക്കുന്നതല്ല. പിന്നെ ക്യൂട്ട്നെസ് ഒക്കെ നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് ചിലപ്പോൾ ഭാഗ്യത്തിൽ കിട്ടുന്നതാണെങ്കിലും അങ്ങനെ ചിലപ്പോൾ കിട്ടിയതായിരിക്കാം. ഞാൻ നിങ്ങളെ അങ്ങനെ ക്യൂട്ടായിട്ട് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്തില്ല. ഞാൻ എങ്ങനെയാണോ ഇപ്പൊ ഇത്രയും ആക്റ്റീവ് ആക്കി നിങ്ങൾ സന്തോഷിക്കും. ഫസ്റ്റ് ഒക്കെ ഞങ്ങളുടെ കമന്റ്സിനകത്ത് ജ്യോതിക എന്താ ഒട്ടും മിണ്ടാ നിൽക്കുന്നത്, ഒട്ടും ആക്റ്റീവ് അല്ലാത്ത. ഞാൻ ഇച്ചിരി ആക്റ്റീവ് ആയി ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പ്രസന്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ക്യാമറ കാണുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യും. ഇപ്പൊ ഞാൻ നിങ്ങളോട് ആർട്ടിഫിഷ്യൽ ആയിട്ട് സംസാരിക്കുന്നത്, ഇത്ര സീരിയസ് ആയിട്ട് ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. കൊഞ്ച് സംസാരിക്കുന്ന പല്ല് കമ്പി ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് കൊഞ്ചലായിട്ട് ഫീൽ ചെയ്യുന്നത്. ദൈവത്തെ ഓർത്ത് അത് അങ്ങനെ മനസ്സിലാക്കുക. അത് മാത്രമല്ല, എനിക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ എനിക്ക് കംഫർട്ട് അങ്ങനെ സംസാരിക്കാനാണ്. നിങ്ങൾ എന്റെ കൊഞ്ചല് ശ്രദ്ധിക്കാതെ പ്രൊഡക്ട്സ് മാത്രം ശ്രദ്ധിക്കുക, ഇഷ്ടപ്പെട്ടവർ മേടിക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇനിയും സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുടെ സന്തോഷവും സഹായമൊക്കെ ഉണ്ട്. നമ്മുടെ ഇത്തിരി സന്തോഷമുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കാണെങ്കിൽ. താങ്ക് യു സോ മച്ച്.